അങ്ങനെ മുരുടേശ്വരം കഴിഞ്ഞു 25 കിലോമീറ്ററായി. ഇപ്പോൾ ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൊന്നവാർ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൻ്റെ അടുത്തുകൂടെയാണ്. കൊങ്കൺ തീരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഹൊന്നവാർ. ഇത് ശരാവതി നദിയുടെ കരയിലുള്ള ഒരു പട്ടണമാണ്. അഗ്നാശിനി റിവർ എന്നാണ് ആ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ബോർഡ് കണ്ടത്. അഗ്നാശിനി റിവറിൻ്റെ ഓരത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മാനമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. വലിയ ജനവാസ മേഖലയൊന്നുമല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ. കടകൾ പോലും കാണാനില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ പോക്കറ്റുകളിൽ മാത്രമേ കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. കൊങ്കൺ തീരം പൊതുവേ ഇങ്ങനെ തന്നെയാണ്, വലിയൊരു ജനവാസ മേഖലയൊന്നുമല്ല. ഹട്ടിക്കേരി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഹട്ടിക്കേരി ടോൾ ബൂത്താണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കർണാടക ഗോവ ബോർഡറിലെ ലാസ്റ്റ് ടോൾ ബൂത്ത് ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ കാർവാറിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് കാർവാർ. കാർവാർ എന്ന് പറയുന്നത് ഒരു പോർട്ട് സിറ്റിയാണ്. ഇന്ത്യൻ നേവിയുടെ ഒരു ബേസ് അവിടെയുണ്ട്. ഈ കാണുന്നത് കാർവാർ ബിനാക ടണലാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ടണൽ കൂടിയുണ്ട്. മൊത്തം 4 വരിപ്പാതയാണ്. 2 വരിപ്പാത ഇതുവഴിയും തൊട്ടപ്പുറത്തായിട്ട് 2 വരിപ്പാത വേറെയും ഉണ്ട്. ഈ കാണുന്നത് കാർവാർ ബീച്ചാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേങ്കിൽ ഇറങ്ങാൻ തൽക്കാലം സമയമില്ല. INS കദംബ എന്ന പേരിലുള്ള ഇന്ത്യൻ നേവിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഏറ്റവും വലിയൊരു സ്റ്റേഷൻ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ ഒരു നേവൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. ഹൈവേ എന്ന് തന്നെ അതിൻ്റെ ബോർഡൊക്കെ കാണാം. ഇപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്യുന്നത് കാളി നദിയാണ്. കാളി നദി കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോവ ബോർഡറായി. ഗോവ സ്റ്റാർട്ട് ചെയ്യുന്നത് പോളം എന്ന് പറയുന്ന ഒരു സ്ഥലം തൊട്ടാണ് ഗോവ അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കർണാടക ഗോവ ബോർഡറിലുള്ള ഒരു നദിയാണ് ഈ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാളി നദി. കാട്ടാന്ന് കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കാഴ്ചപ്പാട് നല്ല രസമാണ്. വയനാട്ടിൽ പോകുന്ന ഒരു വ്യൂ ഉണ്ട്. വയനാട്ടിലെ പോലെ റോഡല്ലേ ഗൈസ്, അടിപൊളി. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. കൺഗോണ എന്നാണ് ഈ ഫോറസ്റ്റ് ഏരിയ, ഈ സ്ഥലത്തിൻ്റെ പേര്. ഗോവയിലേക്ക് കടന്നതോടെ, ഗോവ ബോർഡർ കടന്നതോടെ എല്ലാവരും കുറച്ച് ഉഷാറായിട്ടുണ്ട്. എല്ലാവരും കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്.
ട്രാഫിക് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതുവരെയുള്ള പോലെയല്ല, കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈവേ സൈഡിലുള്ള ചെറിയ ചെറിയ ടൗണുകളാണ് ഇത്. ഗോവൻ സ്റ്റൈലുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ മഡ്ഗാവ് കഴിഞ്ഞു. എല്ലാരും കുറച്ചുകൂടി ഉഷാറായിട്ടുണ്ട്. വേർണ എന്ന പേരിലുള്ള ഒരു ടൗണിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗോവയിലെ 2 പ്രധാനപ്പെട്ട പുഴകളാണ് മണ്ടോവിയും സുവാരിയും. അതിൽ സുവാരി നദിക്ക് കുറുകെയുള്ള ഒരു വമ്പൻ പാലമാണ് ആ കാണുന്നത്. പാലം എന്ന് പറഞ്ഞാൽ ഒരു 1.5 പാലമാണ്, തൂക്കുപാലമാണത്. ഉരുക്കുവടങ്ങളിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. താഴെ കൂടി ചെറു കപ്പലുകൾക്കും ടഗുകൾക്കൊക്കെ പോകേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ തൂണുകളുടെ ദൂരം കൂട്ടി ഈ തൂക്കുപാലം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗോവയുടെ ക്യാപിറ്റലായ പനാജിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ദൂരമൊന്നുമില്ല. ബംബോളി എന്ന് പറഞ്ഞ സ്റ്റേഡിയം, ബംബോളി. അടുത്ത ലെഫ്റ്റിലേക്കുള്ള ഡീവിയേഷൻ പനാജി സിറ്റിയിലേക്കുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ടത് നേരെയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് അഞ്ജുന ബീച്ചിലേക്കാണ്. അഞ്ജുന ബീച്ചിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൊതുവേ സീസണല്ല. ഗോവയിലെ സീസൺ എന്ന് പറയുന്നത് നവംബർ മുതൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയാണ്. ഇതിപ്പോൾ മെയ് മാസമല്ലേ, അപ്പോൾ പൊതുവേ തിരക്ക് കുറവായിരിക്കും. പക്ഷെ വെക്കേഷൻ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. റൂമൊക്കെ ബുക്ക് ചെയ്തപ്പോൾ വലിയ തിരക്കില്ലാതെ റൂം കിട്ടി. പനാജി സിറ്റി കാണാം. മണ്ടോവിയുടെ കരയിലാണ് പനാജി സിറ്റി ഉള്ളത്. മണ്ടോവി നദി ഞങ്ങൾ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ ഉള്ളതും പിന്നെ തൂക്കുപാലം തന്നെയാണ്. ഗോവയിലേക്ക് ട്രിപ്പ് വരുമ്പോൾ നല്ല കൃത്യമായ പ്ലാനിങ്ങോടെ വേണം വരുവാൻ. ഏകദേശം 22ഓളം ബീച്ചുകളുണ്ട് ഗോവയിൽ. അതുപോലെ തന്നെ ഏകദേശം 20ഓളം ഫോർട്ടുകളുണ്ട്. പ്രശസ്തമായ 20ഓളം ഫോർട്ടുകളുണ്ട് ഗോവയിൽ. അപ്പോൾ 3-4 ദിവസത്തെ പ്ലാനിങ്ങോട് വരികയാണെങ്കിൽ എല്ലാ ബീച്ചിലും ഓടി നടന്ന് കാണുവാൻ ശ്രമിക്കരുത്. ഒരു 3-4 ബീച്ചുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ 2-3 ഫോർട്ടുകൾ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ കൃത്യമായ പ്ലാനിങ്ങുകളൊന്നും ഇല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ട് ചിലപ്പോൾ ഓടി തളർന്നു പോകും. 20ഓളം കോട്ടകൾ തന്നെയുണ്ട് ഗോവയിൽ. അതിൽ തന്നെ എല്ലാ കോട്ടകളും ഒന്നിനൊന്ന് ഭംഗിയുള്ള കോട്ടകളാണ്. ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഇപ്പോൾ അഞ്ജുന ബീച്ചും ബാഗ ബീച്ചും മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർട്ടിലാണെങ്കിൽ അഗോഡ ഫോർട്ടും റെയ്സ് മാഗോസ് ഫോർട്ടും ഉണ്ട്. സെൻറ്റ് സേവിയർ ചർച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ടൈം നോക്കിയിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. ഓൾഡ് ഗോവയിലാണ് സെൻറ്റ് സേവിയർ ചർച്ച് ഉള്ളത്. ഇത് മറ്റേ വട വണ്ടി കേട്ടാ ഗോവൻ്റെ.
ഗോവൻ്റെ ബ്ലാക്ക് In 600 meters, turn left onto Market Road. അങ്ങനെ ഗൈസ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 550 കിലോമീറ്ററായി. 550 കിലോമീറ്ററുകൾക്ക് ഇപ്പുറം അഞ്ജുന ബീച്ചിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കുറച്ച് ടയേർഡാണ് എല്ലാവരും. ഒന്ന് ഫ്രഷായിട്ട് ബീച്ചിലേക്ക് ചാടണം. അപ്പോൾ ഗോവൻ ബീച്ച് വൈബിൻ്റെയും ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഗോവൻ നൈറ്റ് പാർട്ടിയുടെയും നൈറ്റ് ലൈഫിൻ്റെയും വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.